ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പ്രധാനമായും പഠിച്ചിരിക്കേണ്ട SCRT NCRT പാഠഭാഗങ്ങൾ നമ്മൾ കുറേയധികം സബ്ജക്ട്സ് എൻ്റെ കണ്ടു. അതിൽ സയൻസിൻ്റെയാണ് പെൻഡിങ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ NCRT ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, അതായത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്നുള്ളതിൻ്റെയാണ് നോക്കുന്നത്. പ്രധാനപ്പെട്ട NCRT പാഠഭാഗങ്ങൾ നമ്മൾ പറയുമ്പോൾ കൂടുതലും അത് ഡിഗ്രി ലെവൽ ഓഫ് എക്സാംസിനാണ് ചോദിക്കാൻ ചാൻസ് എങ്കിലും ഇപ്പോഴത്തെ ഒരു എക്സാം പാറ്റേൺ ഒക്കെ കണ്ടിട്ട് 10th ലെവലിലും കൂടിയ രീതിയിലുള്ളതൊക്കെ ചോദിക്കാമല്ലോ, അതുകൊണ്ടാണ് NCRT പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞു പോകുന്ന പാഠഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ 10th ലെവലിന് മാത്രമല്ല, ഞാൻ അഗൈൻ പറയുന്നു, ഡിഗ്രി ലെവല്, KS, അതുപോലെയുള്ള എല്ലാ ഇനി വരാൻ പോകുന്ന VFA ഒക്കെ ഉപകാരപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിയിരിക്കുക. സയൻസിനെ സംബന്ധിച്ചിടത്തോളം പാഠഭാഗങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കൂടുതലായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അങ്ങനെ തന്നെ ചോദിക്കാറുള്ളൂ കേട്ടോ. കൂടുതലും ആകെ നമ്മുടെ ഈ പദ്ധതികളുണ്ടല്ലോ, ആരോഗ്യക്ഷേമ പദ്ധതികൾ, അത് മാത്രം നമ്മളൊന്ന് 11th ആയിട്ടുള്ളതൊക്കെ ഒന്ന് നോക്കിയിരിക്കണം. അത് കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു എക്സാം ടൈമിൽ കൂടുതലും വേണ്ടതൊക്കെ ഒന്ന് നമുക്ക് നോക്കുക, അങ്ങനെ വല്ലതൊക്കെ ചെയ്യാം. റാങ്ക് ഫയലിൽ കുറേയധികം പദ്ധതികളുണ്ട്. നമ്മൾ ഇപ്പോഴേ കുറച്ച് ശേഷം നോക്കുക. പദ്ധതികളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുവിധം ഒട്ടുമിക്ക പദ്ധതികളും ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ 5ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളാണ് കേട്ടോ നോക്കുന്നത്. ഇവിടം വരെയാണ് 5ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ. നോക്കാം. ചാപ്റ്റർ 1 സസ്യലോകത്തെ അടുത്തറിയാം. ചാപ്റ്റർ 4 വിത്തിനുള്ളിലെ ജീവൻ. ചാപ്റ്റർ 7 അറിവിന്റെ ജാലകങ്ങൾ. ചാപ്റ്റർ 8 അകറ്റി നിർത്താം രോഗങ്ങളെ. ചാപ്റ്റർ 10 ജന്തുവിശേഷങ്ങൾ. അപ്പോൾ ഇതിൽ കൂടുതലും ചാൻസ് ഈ പറയുന്ന രോഗങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. ദെൻ ക്ലാസ് 6ലെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ചാപ്റ്റർ 1 ജീവന്റെ ചെപ്പുകൾ. ചാപ്റ്റർ 3 പൂവിൽ നിന്ന് പൂവിലേക്ക്. ചാപ്റ്റർ 5 ആഹാരം ആരോഗ്യത്തിന്. ചാപ്റ്റർ 6 ഒന്നിച്ച് നിലനിൽക്കാം. ചാപ്റ്റർ 10 രൂപത്തിനും ബലത്തിനും. ഓക്കെ. ദെൻ ക്ലാസ് 7ലെ ചാപ്റ്റർ 1 മണ്ണിൽ പൊന്നു വിളയിക്കാം. ചാപ്റ്റർ 4 അന്നപഥത്തിലൂടെ. ചാപ്റ്റർ 6 നിർമ്മലമായ പ്രകൃതിക്കായി. ചാപ്റ്റർ 8 പ്രാണവായുവും ജീവരക്തവും. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 8ാം ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ട പാഠഭാഗങ്ങൾ. ചാപ്റ്റർ 1 കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ. ചാപ്റ്റർ 2 കോശജാലങ്ങൾ. ചാപ്റ്റർ 3 വീണ്ടെടുക്കാം വിളനിലങ്ങൾ. ചാപ്റ്റർ 12 തരം തിരിക്കുന്നതിന്. ചാപ്റ്റർ 13 വൈവിധ്യം നിലനിൽപ്പിന്. ചാപ്റ്റർ 14 തലമുറകളുടെ തുടർച്ചയ്ക്ക്. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ പറയട്ടെ, നമുക്ക് ഈ 10th ലെവൽ പ്രിലിംസ് നടന്നല്ലോ, അതിൽ എല്ലാ സ്റ്റേജിലും ചോദിച്ചൊരു പാഠഭാഗമാണ് ഈ പറയുന്ന വൈവിധ്യം നിലനിൽപ്പിന് എന്ന് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിൽ നിന്ന് തന്നെയാണ് എല്ലായിടത്തും ചോദിച്ചത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ജീവന്റെ, അതായത് ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് ഉണ്ടല്ലോ, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ നമ്മളോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളോട് വിറ്റാമിൻസ്, അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസസ്, പിന്നെ സാംക്രമിക രോഗങ്ങളൊക്കെ സിലബസിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ എന്താണ് ഈ പറയുന്ന കോശവുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നാണ് കൂടുതലും ചോദിക്കാൻ കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ള, നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലിനേക്കാളും കുറച്ചും കൂടെ ടഫ് ആക്കാൻ പറ്റുന്നത് സെല്ല് എന്ന് പറയുന്ന ഒരു ഏരിയ എടുക്കുന്നതാണ്. ഓക്കെ. അതിന്റെ ഇന്റർണൽ പാർട്സ്, ഓരോന്നിന്റെയും പ്രവൃത്തി എന്തൊക്കെയാണ്, അതിന്റെ ഫങ്ഷൻസ്, ഓക്കെ, എങ്ങനെ യൂക്കാരിയോട്ടിക് അതുപോലെ പ്രൊക്കാരിയോട്ടിക് ഇതിൽ വ്യത്യസ്തമായിരിക്കുന്നു, അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്, അതിന്റെ ഡിവിഷൻ, സെൽ ഡിവിഷന്റെ പ്രോസസ്സുകൾ, ഇതാണ് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതുപോലെ ഈ ഒരു സെല്ല് കണ്ടുപിടിച്ചത്, ടിഷ്യൂ കണ്ടുപിടിച്ചത്, ഓക്കെ, ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലും സെല്ല് നിങ്ങൾ അത്യാവശ്യം നല്ലോണം സ്ട്രെസ് ചെയ്ത് പഠിച്ചോ. നമ്മുടെ ബോഡിയുടെ ഇന്റേണൽ പാർട്സിലോട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ബന്ധപ്പെടുത്തിയിട്ടുള്ള ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് നോക്കിക്കൊള്ളുക. കാരണം അത് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, വിട്ട് കളയരുത്. നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ സിലബസ് കൺഫൈൻഡ് ആയിട്ട് തന്നെ പഠിക്കുക. ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഓർത്തത്, മുമ്പത്തെ ഒരു വീഡിയോയിൽ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് SCRT NCRT പാഠഭാഗങ്ങളെല്ലാം നോക്കിയാൽ പോരെ, സിലബസിനനുസരിച്ച് പോകണമെന്നുള്ള രീതിയിൽ സിലബസിനനുസരിച്ചേ പോകാവൂ നിങ്ങൾ. ഓക്കെ, സിലബസിനോട് കൺഫൈൻഡ് ആയിട്ട് തന്നെ നമ്മൾ പറയുന്ന പാഠഭാഗങ്ങൾ നോക്കിയാൽ മതി. അല്ലാതെ ഒരു SCRT NCRT പാഠഭാഗങ്ങളെല്ലാം നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള NCRT പാഠഭാഗങ്ങൾ നമ്മൾ എല്ലാം ഒന്നും നോക്കുന്നില്ല. ഓക്കെ, അതിൽ സ്പെസിഫൈഡ് ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം നമുക്ക് ഒരു PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പഠിച്ചാൽ മതി. അല്ലാതെ നമ്മളെല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിനപ്പുറത്തോട്ട് വരാൻ സാധ്യതയുള്ള ടഫ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് അങ്ങനെ സിലബസിന് പുറത്ത് നിന്നും കുറച്ചൊക്കെ ചിലപ്പോൾ, എല്ലാപ്പോഴും അല്ല, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടൊക്കെ കൂടുതലും ചോദിക്കാം. സയൻസ് ഒക്കെ പൊതുവേ സിലബസിനോട് അനുസരിച്ച് അല്ലെങ്കിൽ സിലബസിൽ നിന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ കേട്ടോ. അതിനപ്പുറം കൂടുതലൊന്നും ചോദിച്ച് ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല. ബേസിക്കലി ടെക്സ്റ്റിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ടാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അഭിമുഖീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഭാഗം പഠിക്കുമ്പോൾ നിയർ ആയിട്ട് ഒരു കാര്യം, ഇപ്പോൾ എന്തെങ്കിലും അതായത് ബോഡിയിൽ ഏറ്റവും വലിയ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം, അങ്ങനെ ഡയറക്റ്റ് ഫാക്റ്റ് ആയിട്ട് പഠിക്കാതെ ഓരോ ഇപ്പോൾ അവയവം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫംഗ്ഷൻ, അതിനുണ്ടാകുന്ന അസുഖങ്ങൾ, ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ,
ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. നമ്മളത് കൃത്യമായിട്ട് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് അതിൽ നിന്ന് വരുന്ന ഏതൊരു ചോദ്യത്തിനും ഉത്തരം കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ കരള്, അതുപോലെ തന്നെ എന്താണ് കിഡ്നി റിലേറ്റഡ് ആയിട്ടൊക്കെ ചോദ്യങ്ങൾ ധാരാളം വന്നിരിക്കുന്നത് അതിന്റെ ഫംഗ്ഷൻസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. എങ്ങനെ അത് പ്രവർത്തിക്കുന്നു, അതിന്റെ ഇന്റേണൽ ഭാഗം വെച്ചിട്ടാണ്. നമുക്ക് ഈ ഇന്റേണൽ പാർട്സ് ഒക്കെ ആക്ച്വലി അതിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്നുള്ളതൊക്കെ 10ാം ക്ലാസ്സിലെ പാഠഭാഗം 8, 9, 10ലൊക്കെയാണ് കൂടുതലും നമ്മൾ പഠിച്ചേക്കണം. 9ലും 10ലുമാണ് നമ്മൾ കൂടുതലും പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്റേഴ്സ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ടെക്സ്റ്റിനെ വെച്ചിട്ട് തന്നെ ചോദിച്ചിട്ടുള്ളൂ. ഇപ്പൊ സയൻസിന്റെ നിങ്ങൾക്ക് ആ 6 മാർക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് സ്കോർ ചെയ്യാൻ ഈ പറയുന്ന സിലബസിൽ പറഞ്ഞിട്ടുള്ള പോർഷൻസിനെ വെച്ചിട്ടുള്ള ഈ പാഠഭാഗങ്ങൾ തന്നെ ധാരാളം. അത് കൃത്യമായിട്ട് പഠിച്ചാൽ മതി. വേറെ ഒന്നും നമ്മൾ അധികം റെഫർ ചെയ്യേണ്ടി വരില്ല. സയൻസിന്റെ ഒരു ഗുണം അത് തന്നെയാണ്. അത് ഫിസിക്സിന്റെ കേസിലാണെങ്കിലും കെമിസ്ട്രിയുടെ കേസിലാണെങ്കിലും നമ്മളിപ്പോൾ നോക്കുന്നത് ഇതിന്റെയാണ്. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, കോശവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ ലൈഫിന്റെ യൂണിറ്റ് ആയിട്ടുള്ള സെല്ല് വെച്ചിട്ട് തന്നെ തുടങ്ങുക. സെല്ല് കണ്ടുപിടിച്ചത് ആരാണ്? ഈ കണ്ടുപിടിച്ച ആൾ തൊട്ട് ചോദിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അത് തൊട്ട് പഠിക്കാൻ പറയുന്നത്. സെല്ല്, അതിന്റെ പിന്നെയുള്ള അതിന്റെ ഇന്റേണൽ ആയിട്ടുള്ള പാർട്സ്, അതിന്റെ ഫംഗ്ഷൻസ്, പിന്നെ ടിഷ്യൂ, എത്ര ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഉണ്ട് മനുഷ്യ ശരീരത്തിൽ, എങ്ങനെയാണ് അതിന്റെ ധർമ്മങ്ങൾ, എങ്ങനെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻസ്, പിന്നെ അതിന്റെ ഹയർ ലെവൽ ഓർഗനായി മാറുന്നു, ഏതൊക്കെ തരത്തിലുള്ള അവയവങ്ങൾ, വലുതേത് ചെറുതേത്, ഓരോന്നിന്റെയും ഫംഗ്ഷൻ, അതിൽ എസ്പെഷ്യലി ഹൃദയം, ലങ്സ്, അതുപോലെ തന്നെ കിഡ്നി, കരള്, അത് ഇൻറ്റസ്റ്റൈൻ്റെ കൂടുതലും ദഹന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കേണ്ടി വരിക. ഇപ്പൊ ഞാൻ 10th പ്രിലിംസിന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ദഹന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും ഒരാൾക്ക് ചോദിക്കാൻ സാധിക്കും. കണ്ണ്, ചെവി, എന്താണെങ്കിലും ശരി. ഓക്കെ, അപ്പൊ മനുഷ്യ ശരീരത്തെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള അറിവ് നിങ്ങൾക്ക് ഈ 9, 10 ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് വേർഷൻ അല്ലെങ്കിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ് NCERT കറസ്പോണ്ടിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ഹാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഹാർട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഇപ്പൊ നമ്മുടെ SCERT പാഠഭാഗങ്ങൾ പഠിക്കുന്നുണ്ട്. ഒപ്പം അതിന്റെ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് NCERT കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന് ഒരു എക്സ്ട്രാ റെഫറൻസ് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഹാർട്ടിനെ കുറിച്ച് SCERT നോക്കുകയാണെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ അഡീഷണൽ കാര്യങ്ങൾ ഒരു എക്സാം പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്ക് NCERT പാഠഭാഗങ്ങളിൽ നിന്ന് പഠിക്കണം എന്നുള്ളതൊന്ന് ജസ്റ്റ് ചാപ്റ്റർ നോക്കി മനസ്സിലാക്കുക. ഓക്കെ, കാരണം നമുക്ക് ഏതൊരു ലെവലിൽ നിന്ന് വന്നാലും ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ദെൻ 9ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളാണ് നമ്മൾ ഇനി നോക്കുന്നത്. ചാപ്റ്റർ 1 ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ. ദെൻ ചാപ്റ്റർ 2 ആഹാരം അന്നപഥത്തിൽ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ് കേട്ടോ. ആഹാരം അന്നപഥത്തിൽ എങ്ങനെയാണ് ദഹന വ്യവസ്ഥയുടെ ഒക്കെ എങ്ങനെയാണ് എവിടെ നിന്നാണ് ഡൈജഷൻ, ദഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആ ഒരു നമ്മൾ വായിൽ ഭക്ഷണം വിട്ട് ചവയ്ക്കുന്നല്ലോ, അവിടെ നിന്ന് തൊട്ട് തുടങ്ങുന്നുണ്ട്. അതിന്റെ ഓരോ ഘട്ടത്തിലും ഏതൊക്കെ അതായത് ഏതൊക്കെ എൻസൈമുകളാണ് ഓരോന്നിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ നാവിന്ന് തൊട്ട്, പിന്നെ നമ്മുടെ സ്റ്റൊമക്കിൽ എത്തുമ്പോൾ ഏതൊക്കെ എൻസൈമുകൾ, അത് പ്രോട്ടീനെ ഏതാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്റ്റാർച്ചിനെ അതിനെ സെപ്പറേറ്റ് ആക്കി, അതായത് അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യുന്നത് ഏതൊക്കെ എൻസൈമാണ്, ഇൻറ്റസ്റ്റൈനിൽ ഏത് എൻസൈമാണ്, ഇത് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അതും ഞാൻ ഇപ്പോഴേ പറഞ്ഞു പോകുന്നു മാത്രം. ദെൻ ചാപ്റ്റർ 3 കോശങ്ങളിലേക്ക്. ചാപ്റ്റർ 4 ഊർജ്ജത്തിനായി ശ്വസിക്കാം. ചാപ്റ്റർ 5 വിസർജനം സമസ്ഥിതി പാലനത്തിന്. ചാപ്റ്റർ 6 ചലനത്തിന്റെ ജീവശാസ്ത്രം. അപ്പോൾ ഇതിൽ വിസർജനം സമസ്ഥിതി പാലനത്തിന് ഓരോ ഓർഗാനിസത്തിലും വിസർജന വ്യവസ്ഥയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം യൂറിക് ആസിഡ് ഫോമിൽ, അമോണിയ ഫോമിലൊക്കെ അതാണ് അതിൽ കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത് കേട്ടോ. അവരുടെ ഏതൊക്കെയാണ് ഇപ്പോൾ ഓരോ ജീവികളുടെ പറയാറുണ്ടല്ലോ, അവരുടെ ഏതാണ് വിസർജന വസ്തു എന്നൊക്കെയുള്ള രീതിയിൽ അതൊക്കെ നമുക്ക് ഈ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പോൾ ഇപ്പൊ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. നമുക്ക് എക്സാം ടൈം ആകുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട പാഠഭാഗം നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ ആ സമയമാകുമ്പോൾ കുറച്ചും കൂടെ നേരത്തെ ഒരു ഇതിൽ നമുക്ക് ഒന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട പാഠഭാഗം എന്നുള്ളത് ഞാനപ്പോൾ പറയാം. ഓക്കെ, ഇപ്പോൾ പഠിക്കുമ്പോൾ നമ്മളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നോക്കി പോവുക. ഓക്കെ, ദെൻ ചാപ്റ്റർ 7 വിഭജനം വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും. ഈ സെൽ ഡിവിഷൻ ഉണ്ടല്ലോ, ആക്ച്വലി സെൽ ഡിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്താ പറയാ, അത് വെച്ചിട്ട് കുറേയധികം ചോദ്യങ്ങൾ സെൽ ഡിവിഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് മൈറ്റോസിസ്, മിയോസിസ്, ഇതാണ് ഏറ്റവും ക്രമഭംഗം, ഊനഭംഗം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. ഇതിന്റെ ഇംഗ്ലീഷാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണിത്, കാരണം ചോദിക്കാറുണ്ട്. ഇത് വെച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈവൻ ഡിഗ്രി ലെവലിലാണ് ഇത് കൂടുതൽ ഞാൻ ചോദിച്ചുകൊണ്ടേക്കണമെങ്കിലും എനിക്ക് തോന്നുന്നു LGSലോ LDCക്കോ ഏതിനോ ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതും പഠിക്കണം, നമ്മൾ വിട്ട് കളയരുത്. പണ്ടത്തെ പോലെ എളുപ്പമായി ചോദിക്കുന്ന ഒരിക്കലും വിചാരിക്കരുത്. ഒറ്റ പരീക്ഷയാകുമ്പോൾ എപ്പോഴും ടഫ് ആവാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അത്യാവശ്യം ഇതിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ അറ്റ് ടൈം നിങ്ങൾ ഒരു പ്രാവശ്യം നല്ലോണം ഒന്ന് പരിശ്രമിച്ച് പഠിച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഈ സെൽ ഡിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സെൽ റെസ്പിറേഷൻ എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. ഓക്കെ, അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി ലെവലിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്നല്ല ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചോദിക്കാറുള്ളതാണത്. ദെൻ ക്ലാസ് 10
10ാം ക്ലാസ്സിലെ എല്ലാ പാഠഭാഗങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നോക്കിക്കോട്ടെ. ഈ 8, 9, 10 നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യുക. ചോദിക്കാൻ ചാൻസ് ഉള്ള ക്ലാസ്സുകളിലാണ് ഈ 8, 9, 10 എന്ന് പറയുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 അറിയാനും പ്രതികരിക്കാനും നമ്മുടെ റിഫ്ലക്സ് ആക്ഷൻ ഒക്കെയാണ് നമ്മൾ കൂടുതലും പറയുന്നത് അതിൽ. ദെൻ ചാപ്റ്റർ 2 അറിവിന്റെ വാതായനങ്ങൾ. ചാപ്റ്റർ 3 സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ. ചാപ്റ്റർ 4 അകറ്റി നിർത്താം രോഗങ്ങളെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് രോഗങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ചാപ്റ്റർ 5 പ്രതിരോധത്തിന്റെ കാവലാളുകൾ. ഇപ്പോൾ നമ്മളുടെ റെസിസ്റ്റൻസ്, നമ്മളുടെ ബോഡിയുടെ തന്നെ റെസിസ്റ്റീവ് മെക്കാനിസം നമുക്കറിയാവുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് അല്ലെ. നമുക്ക് ചെറുതായി വരുന്ന ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ, ഇതൊക്കെ അലർജിക് റിയാക്ഷൻസ് കുറെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പം നമ്മളത് കൃത്യമായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. ദെൻ ചാപ്റ്റർ 6 ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ. ചാപ്റ്റർ 7 നാളെയുടെ ജനിതകം. ചാപ്റ്റർ 8 ജീവൻ പിന്നിട്ട പാതകൾ. ഇതിൽ ജനറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതിൽ നമുക്ക് കുറേയധികം അതായത് ജനറ്റിക് എഞ്ചിനീയറിങ്, അതുപോലെ ജീൻ തെറാപ്പി, ഫിംഗർ പ്രിന്റിങ്, DNA ഫിംഗർ പ്രിന്റിംഗ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൽ എന്താണ് ജനറ്റിക് ഗ്ലൂ, അതുപോലെ സിസേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്. അതായത് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകും അത്. അതായത് ഒരു പശയുണ്ട്, കൃത്രിമ പശയുണ്ട് ജീനിൻ്റെ ഇതിൽ, അതുപോലെ മുറിക്കാൻ സഹായിക്കുന്നതുണ്ട്. ഇത് രണ്ടാൾക്കാരാണ് എപ്പോഴും തിരിയാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണിട്ടത്. ഒന്ന് ഗ്ലൂ ആണ്, ഒന്ന് പശയും ആണ്, ഒന്ന് സിസറും ആണ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. അതൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക, കാരണം അതാണ് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ദെൻ നമ്മൾ ന്യൂ SCERT ആണ് നോക്കാൻ പോകുന്നത്. ഇനി അതൊന്ന് വേഗം നോക്കാം. ഓക്കെ, ന്യൂ SCERTയിൽ 5, 7, 9 മെയിൻ ആയിട്ട് മാറ്റം വന്നതെന്ന് അറിയാലോ. അപ്പോൾ ക്ലാസ് 5 നമ്മൾ ആദ്യമേ നോക്കുന്നത്. ചാപ്റ്റർ 1 ഒറ്റയുള്ള ഒരു ജീവിയും. ചാപ്റ്റർ 2 വ്യാധികൾ പടരാതിരിക്കാൻ. ചാപ്റ്റർ 4 ജീവനുള്ള വിത്തുകൾ. ചാപ്റ്റർ 7 ഇന്ദ്രിയജാലം. ദെൻ ചാപ്റ്റർ 8 ജന്തുജാലങ്ങൾ. ഇത്രയാണ് പുതിയ 5ാം ക്ലാസ് ടെക്സ്റ്റിൽ ഇത് വെച്ചിട്ട് നോക്കേണ്ടത്. ഇപ്പോൾ ക്ലാസ് 7 ചാപ്റ്റർ 1 വിളയിക്കാം നൂറുമേനി. ചാപ്റ്റർ 5 മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും. ദെൻ ക്ലാസ് 7 തന്നെ ചാപ്റ്റർ 9 പരിസ്ഥിതിയെ നോവിക്കാതെ. ചാപ്റ്റർ 10 സുരക്ഷിത ഭക്ഷണം. ദെൻ 9ാം ക്ലാസ്സിലെ നമ്മൾ നോക്കേണ്ടത് ചാപ്റ്റർ 1 ജീവൽ പ്രക്രിയകളിലേക്ക്. ചാപ്റ്റർ 2 ദഹനവും പോഷക സംവഹനവും. ചാപ്റ്റർ 3 ശ്വസനവും വിസർജനവും. ചാപ്റ്റർ 4 ചലനത്തിന് പിന്നിൽ. ചാപ്റ്റർ 5 പ്രത്യുൽപാദന ആരോഗ്യം. ചാപ്റ്റർ 6 വർഗീകരണം. ഇതിൽ ഈ പറയുന്ന ദഹനവും പോഷക സംവഹനവും നോട്ട് ചെയ്ത് പഠിച്ചോളൂ കേട്ടോ. അത് ദെൻ ശ്വസനവും വിസർജനവും, ജീവൽ പ്രക്രിയകളിലേക്ക്, അതുപോലെ പ്രത്യുൽപാദന ആരോഗ്യം, ഇതൊക്കെ ശ്രദ്ധിച്ചു പഠിക്കേണ്ടത് തന്നെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് NCERT ആണ്. NCERTയുടെ ചിലതൊക്കെ ഞാൻ ബ്രാക്കറ്റിൽ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. കൂടുതലും ഇംഗ്ലീഷിൽ ആദ്യം തന്നെ എഴുതാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ ഡിഗ്രി ലെവലിലാണ് കുറച്ചും കൂടി ചോദിക്കാൻ ചാൻസ്. ഇൻ കേസ് ചോദിച്ചാലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് 10th ലെവലിലും ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ട് സമയം കിട്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നോക്കുക. നമുക്ക് ജനറലൈസ് ചെയ്ത് എല്ലാ ലെവൽ ഓഫ് എക്സാമിന് 10th, +2, ഡിഗ്രി ലെവലിനൊക്കെ നോക്കേണ്ടത് തന്നെയാണത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിച്ചോളൂ. ഇപ്പോൾ നമ്മൾ SCERT പഠിച്ചതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ചും കൂടി ഇൻഡെപ്ത് വേർഷൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ക്ലാസ് 11 നമ്മൾ ആദ്യം നോക്കുന്നത്. കണ്ടോ, ഇതിൽ എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ നോക്കേണ്ടതില്ല. അതുകൊണ്ടാണ് പാഠഭാഗം തന്നെ, അതായത് പറയുന്ന പാഠഭാഗങ്ങൾ സിലബസ് കൺഫൈൻഡ് ആയിട്ടാണ് നോക്കാൻ പറയുന്നത്. ചാപ്റ്റർ 8 സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. കോശം ജീവന്റെ അടിസ്ഥാന ഘടകം. അപ്പോൾ നിങ്ങൾ ആ ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം പിക്ചറൊക്കെ നല്ലവണ്ണം ഓരോ നമ്മുടെ സെല്ല്, ഒരു സെല്ലെന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ കുറേയധികം സെല്ലുകളുണ്ടല്ലോ. ഈ ഓരോ സെല്ലിലും കുറേയധികം കമ്പോണൻസുകളുണ്ട്. ഈ കമ്പോണൻസിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷൻ, അതിന്റെ പിക്ചർ അടക്കം, അതായത് കുറച്ചും കൂടെ വലിയ പിക്ചറൊക്കെ കൊടുത്ത് ഓരോന്നും എന്ത് ധർമ്മമാണ് ചെയ്യുന്നത്, മൈറ്റോകോൺട്രിയ, ഓക്കെ, റൈബോസോം, ഇതൊക്കെ അതിൻ്റെയൊക്കെ പ്രവർത്തനം എന്താണെന്നൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് നല്ലവണ്ണം നോക്കിയിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് അത് നോക്കിക്കോളൂ എന്ന് പറയുന്നത്. ദെൻ ചാപ്റ്റർ 10 സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. കണ്ടോ, കോശചക്രവും കോശവിഭജനവും. ഇത് കുറച്ചും കൂടി സെൽ സൈക്കിൾ എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. അതിപ്പോൾ സയൻസ് എടുത്തവർക്ക്, +2 സയൻസ് എടുത്തവർക്ക് അറിയാൻ പറ്റും. ഇത് വലിയൊരു പ്രോസസ്സ്. ATP, അതിൻ്റെ മോളിക്യൂൾസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിൽ. സെൽ സൈക്കിളും സെൽ ഡിവിഷനും എങ്ങനെയാണ്. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നോക്കുക കേട്ടോ. വളരെയധികം നിങ്ങൾക്ക് ഒട്ടുമേ ഗ്രഹിക്കാൻ പറ്റാത്തത് ഞാൻ കുറേയധികം തലയ്ക്കെറ്റാൻ പറയില്ല. കാരണം ഇതിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് കൂടിയെന്ന ഒരു മാർക്ക്, ഈ സെല്ലിൻ്റെ ആ ഒരു അടിസ്ഥാന ആരോഗ്യം എന്നുള്ള മേഖലയാണത്, 1-2 മാർക്കൊക്കെ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് അറിയാൻ, പഠിച്ചെടുക്കാൻ പറ്റുന്നത് പഠിച്ചെടുക്കുക. ഓക്കെ, ദെൻ ചാപ്റ്റർ 16 ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു പാഠഭാഗം. അതായത് ദഹനവും ആഗിരണവും എന്ന് പറയുന്നതാണ്. അത് ഓരോന്നിൻ്റെയും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദെൻ ചാപ്റ്റർ 17 ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ശ്വസനവും വാതക വിനിമയം. ബ്രീതിങ്ങിന്റെ സമയത്ത് ഏതൊക്കെ ഗ്യാസസ് ആണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, എന്തൊക്കെ കുടിച്ചാൽ എന്തുണ്ടാവും, ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ പഠിക്കാൻ നിങ്ങൾക്ക് NCERT, അതായത് കുറച്ചും കൂടെ ഡെപ്തിൽ പഠിക്കാൻ നമുക്ക് എടുക്കാം. ദെൻ ചാപ്റ്റർ 18 ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. ശരീരദ്രവ്യങ്ങളും അവയുടെ പരിചയനവും. ചാപ്റ്റർ 19 എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദർ എലിമിനേഷൻ. വിസർജ്യ വസ്തുക്കളും അവയുടെ എലിമിനേഷൻ. ദെൻ ചാപ്റ്റർ 20 ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്. ചലനവും സഞ്ചാരവും. ചാപ്റ്റർ 21 ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. നാഡീയ നിയന്ത്രണവും ഏകോപനവും. നമ്മളുടെ ബ്രെയിൻ, അതായത് നാഡി എങ്ങനെ, അതായത് ഓരോന്നും നമുക്ക് അറിയാലോ, വോളണ്ടറി ആക്ടിവിറ്റീസ്, ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് വേർഷനാണ്. ദെൻ ചാപ്റ്റർ 22 കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ. രാസീയ ഏകോപനവും ഉദ്ഗ്രഥനവും. ദെൻ
+2 നമ്മൾ നോക്കേണ്ട പാഠഭാഗങ്ങൾ ചാപ്റ്റർ 8 ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്, then chapter 9 strategies for enhancement in food production, chapter 10 microbes in human welfare, chapter 13 organisms and populations, then chapter 14 ecosystem ആവാസ വ്യവസ്ഥ, chapter 15 biodiversity and conservation ജൈവവൈവിധ്യവും അതിന്റെ സംരക്ഷണവും, chapter 16 environment issues. ഓക്കെ, ഇത് ഇത്രയും ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് പരിസ്ഥിതി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കാനായിട്ടല്ലോ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ. അതിന് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് പാർട്ട് 2 ക്ലാസ് 12 ചാപ്റ്ററിൽ പരിസ്ഥിതിയും പ്രകൃതി വിഭവങ്ങളും നോക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ജിയോളജിയിൽ ക്ലാസ് 11 അതായത് +1 ക്ലാസ്സിലെ ചാപ്റ്റർ 15 ഭൂമിയിലെ ജീവൻ, അതുപോലെ ചാപ്റ്റർ 16 ജൈവ വൈവിധ്യവും സംരക്ഷണവും, പരിസ്ഥിതിയായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ കറണ്ട് സെനാരിയോയിൽ അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നതിൽ എന്തൊക്കെ പരിസ്ഥിതി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഇതിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ പറയുന്ന 6 മാർക്സിന്റെ വെയിറ്റേജ് ഉള്ള ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ട നമ്മുടെ സിലബസിൽ പറയുന്ന പോർഷൻസിന്റെ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ പറയുന്നു ഇത് എഴുതിയെടുക്കണം എന്നില്ല, നിങ്ങൾ പാഠഭാഗങ്ങൾ നിന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്പറിങ് കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് വായിക്കുക, കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് വേണ്ട പോയിന്റ്സ് മാത്രം മനസ്സിലാക്കിയെടുക്കുക. ഒരു തവണ വായിച്ചാലൊന്നും നമുക്ക് കിട്ടില്ല, 1, 2, 3, 4 ആവർത്തിയൊക്കെ നമുക്ക് വായിക്കേണ്ടി വരും. ഒരു പ്രാവശ്യം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാവും. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും എന്താണ് കുറച്ചും കൂടെ ബ്രോഡർ ആയിട്ടുള്ള രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം അങ്ങനത്തെ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ ഓരോന്നിൻ്റെ. ഇപ്പം ഞാൻ തന്നെ പറയണേ ബ്രിക്കേഡൊക്കെ ഞാൻ വെക്കാൻ പറയുന്നു, ബ്രിക്കേഡൊക്കെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രവർത്തനം അതിൻ്റെ ബേസിക് കമ്പോണൻസിൻ്റെ വെച്ചിട്ടൊക്കെയാണ് ചോദിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ പാഠഭാഗങ്ങളെ എന്താണ് വായിച്ചെടുത്ത് സാവധാനം മനസ്സിലാക്കിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് റിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സും കൂടെ നല്ലവണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ സെറ്റ് ആകും. ഓക്കെ, സോ കെമിസ്ട്രി ഒക്കെ നമുക്കിനി അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് നോക്കാം ഏതൊക്കെയാണ്. അതും ഉണ്ട് കുറച്ചധികം SCERT NCERT ബേസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ പഠനം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൽ ചിലതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERT SCERT പാഠഭാഗങ്ങളിലേക്ക് ക്ലാസ് ആയിട്ട് ഇടുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങളുടെ. അപ്പോൾ അതിൻ്റെ എക്കണോമിക്സിൻ്റെ ഏരിയയിൽ നിന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഞാൻ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ഇടുന്നുണ്ട്. SCERT NCERT എന്നുള്ള പോർഷൻസ് ആ ഒരു പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് പോലത്തെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.